ഹലോ ഗായ്സ്, അപ്പോൾ ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം ഫേസ് കാട്ടാൻ ചെറിയൊരു ഷൈലുള്ള ആളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിട്ടത്. അപ്പോൾ കുറേ കാലം യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു മടി കാരണം തുടങ്ങാനും അങ്ങനെ വൈകിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഏതായാലും വിചാരിച്ചു തുടങ്ങാമെന്ന്, അങ്ങനെ തുടങ്ങി. അപ്പം ഇതിനോടൊപ്പം ഞാനൊരു കുട്ടി വ്ളോഗും ഇടുന്നുണ്ട്, ഇതിൻ്റെ ഒപ്പം തന്നെ ഇടുന്നുണ്ട്. അപ്പം അവിടെ പോയ കാഴ്ചകളാണ് ഇപ്പം നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പം എൻ്റെ ഉമ്മൻ്റെ വീട്ടിലൊരു ബീച്ചുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ചെറിയൊരു കടലായിരുന്നു അത് തിരമാല കൊണ്ടിട്ട് ഇപ്പോൾ ഒരു ബീച്ചായി മാറി. അപ്പോൾ അവിടെ കുറേ ആയി പോയിട്ട്, അപ്പോൾ അതൊന്ന് കാണാൻ പോയി വിചാരിച്ചാൽ അങ്ങനെ പോയതാണ്. അപ്പം അവിടുത്തെ കടലിൻ്റെ കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പം നല്ല രസമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല പീസ്ഫുള്ളാണ്. നമ്മുടെ കോഴിക്കോട് ബീച്ച് പോലെ ഒന്നുമല്ല, ആളുകളൊക്കെ വളരെ കുറവാണ്. അതായത് അവിടുത്തെ ഏരിയയിലത്തെ ആൾക്കാർ മാത്രമേ അവിടെ വരുന്നുള്ളൂ. കാരണം ഇത് കുറേ ഉള്ളോട്ടാണ് ഈ ബീച്ച്. നല്ല രസമുണ്ട് അവിടെ കാണാൻ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ വൈകി ഒരു 5 മണിയൊക്കെ ആയിക്കുന്നു. അപ്പോൾ തന്നെ ഇരുട്ട് മൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ കുറേ കടകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം കോഴിക്കോട് ബീച്ചിലത്തെ മാതിരി തന്നെ കടകളൊക്കെ വരാൻ തുടങ്ങിയ കാരണം നമ്മൾ അവിടുത്തെ എന്തൊക്കെ ഉണ്ടാവും കാണാമെന്ന് വെച്ചാൽ അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങളങ്ങനെ ആ കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ അനിയത്തിമാരുണ്ട്, ഉമ്മ ഉണ്ട്, എൻ്റെ മോനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ പോയതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ഐസ്ക്രീം കഴിച്ചു. മോനൂസിന് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഐസ്ക്രീം വേണമെന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഐസ്ക്രീം വാങ്ങി. അവനും കൊടുത്തു. അപ്പം അനിയത്തി പറഞ്ഞാൽ അവൾക്ക് ഐശ്വര്യത വേണം, അപ്പോൾ അത് വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും എണ്ണക്കടി വാങ്ങാം. അപ്പോൾ ഞങ്ങളൊരു കാബുള്ളിക്കടല പൊരിച്ചത് വാങ്ങിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് അതവിടെ കടിയായിട്ട് കാണുന്നതും അതേമാതിരി കടിയായിട്ട് ഇങ്ങനെ പൊരിച്ചതായിട്ട് കഴിക്കുന്നതും. ഞങ്ങളിത് കറി വെക്കാനൊക്കെ ഉപയോഗിക്കല്. ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ എല്ലാ സാധനവും പൊരിച്ച കടികൾ മുഴുവനും കഴിഞ്ഞിരുന്നു. ഇതേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി. ചെറിയ അനിയത്തി പറഞ്ഞാൽ അവൾക്ക് ഉപ്പിലിട്ട മാങ്ങ വേണം, അപ്പോൾ അതും വാങ്ങിച്ചു. അപ്പം നേരെ നന്നായിട്ട് എത്തിച്ചു. ഒരു 7 മണിയൊക്കെ ആയി കാണും. അപ്പം ഞങ്ങൾ വിചാരിച്ചു തിരിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങോട്ടും നന്നായി നടന്ന് വന്നതിനെ കൊണ്ട് എല്ലാവരും നല്ല ടയേർഡായിരുന്നു തിരിച്ച് നടന്നു പോകാൻ. അപ്പോൾ ഉമ്മാമ്മയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് വയ്യ, കാല് വേദന ആവുന്നതെന്നൊക്കെ. അപ്പോൾ സാരമില്ല, ഏതായാലും വന്നതല്ലേ, ഇനിയിപ്പോൾ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട വിചാരിച്ചു ഞങ്ങളിങ്ങനെ മെല്ലെ ഇങ്ങനെ ഓരോ അടി വെച്ച് ഇങ്ങനെ നടന്നുകൊണ്ട് പോയി. അപ്പോൾ മോനെ എടുത്ത് ഞാൻ കുറേ കുഴങ്ങി നടക്കാൻ. അപ്പോൾ മാറി ഞങ്ങളങ്ങനെ ഇങ്ങോട്ട് എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ നടന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഇരുട്ടാണ്. ഞങ്ങൾ മെയിൻ എൻട്രൻസ് കൂടി അല്ല വന്നത്, നമ്മൾ ആ ബീച്ചിൻ്റെ ആ ഏരിയയിൽ കൂടി തന്നെ വന്നത്. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു പോവാൻ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.